നാം നമ്മുടെ ധ്യാനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഒരു മധുരകരമായ ഓർമ്മയുടെ സഹായം. പഠനകാലത്ത് നമ്മൾ ഓർമ്മയ്ക്കായുള്ള സഹായങ്ങൾ എന്നറിയപ്പെടുന്ന ചില പുസ്തകങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അവ എനിക്ക് സഹായം നൽകുന്നതിനേക്കാൾ കൂടുതൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. ഒരു യാത്രക്കാരൻ്റെ കയ്യിൽ ഒരു കൂട്ടം വടികളുണ്ടെന്ന് കരുതുക. അവയിൽ ഏതെങ്കിലും ഒരു വടി ഉപയോഗിച്ച് നടക്കാം. പക്ഷേ അവശേഷിക്കുന്ന വടികൾ അവന് ആവശ്യമില്ലാത്ത ബാധ്യതയാണ്. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു നമ്മുടെ എല്ലാ അധ്യാപകന്മാരെക്കാൾ ജ്ഞാനിയാണ്. അവൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ സത്യവും യഥാർത്ഥവുമായ ഓർമ്മ സഹായങ്ങളാണ്. അവൻ്റെ സ്നേഹചിഹ്നങ്ങൾ വ്യക്തമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അത് മനസ്സിനെ സ്നേഹത്തോടെ ആകർഷിക്കുന്നു. പരമപവിത്രമായ കർത്തൃമേശയുടെ മഹത്തായ രഹസ്യത്തിലേക്ക് നമുക്ക് നോക്കാം. യേശുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ചൈതന്യമുള്ള ചിഹ്നങ്ങളാണ് അപ്പവും വീഞ്ഞും. നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉണർത്തുവാൻ അതിന് ശക്തിയുണ്ട്. കണ്ണ്, കയ്യ്, വായ് എന്നിവ സന്തോഷത്തോടെ പ്രവർത്തിക്കാനുള്ള അവസരമാണിത്. അപ്പം രുചിക്കുന്നു, അത് കഴിക്കുന്നത്, സ്വാദുണ്ടാകുന്നത് വലിയ സ്വാധീനം ചെലുത്തുന്നു. വീഞ്ഞ് കുടിക്കുന്നു, തൊട്ടറിയാവുന്ന പ്രവൃത്തിയാണ്. നാം അത് കുടിക്കുന്നതും അറിയുന്നു, അതിൻ്റെ സ്വാദും മനസ്സിലാക്കുന്നു. സാധാരണ പ്രാണന് തടസ്സമാകുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇവിടെ നമ്മുടെ മനസ്സിനെ സ്വർഗീയ ധ്യാനത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ചിറകുകളാകുന്നു. വീണ്ടും ഈ കർമ്മത്തിൻ്റെ കൂടുതൽ സ്വാധീനം അതിൻ്റെ ലാളിത്യത്തിലാണ്. അപ്പം മുറിക്കുന്നു, വീഞ്ഞ് പകരുന്നു. ഇത്രയും ലളിതമാണ് ഈ ചടങ്ങ്. അതിനെ ചാലീസ്, പാറ്റൻ, ആതിഥേയൻ തുടങ്ങിയ പേരുകൾ വിളിക്കേണ്ടതില്ല. ഇവിടെ ഓർമ്മയ്ക്ക് ഒരു ക്ലേശവുമില്ല. ഇവിടെ ലളിതമായ അപ്പവും വീഞ്ഞും. അപ്പം തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുവെന്ന് ഓർമ്മിക്കാൻ കഴിയാത്ത ഒരാളുടെ ഓർമ്മശക്തി ഇല്ലാതാകണം. ഇപ്പോൾ ഈ ചിഹ്നങ്ങളുടെ അതിയായ ഗൗരവം നോക്കൂ. എത്ര അർത്ഥസമ്പുഷ്ടമാണ്. അപ്പം മുറിക്കുന്നു. നമ്മുടെ രക്ഷകനും അങ്ങനെ തകർന്നു. അപ്പം ഭക്ഷിക്കേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ ശരീരം തന്നെയാണ് സത്യമായ ആഹാരം. വീഞ്ഞു പകരുന്നു. മുന്തിരിക്കുല പിഴിഞ്ഞ ചാറ്. ദൈവത്തിൻ്റെ നീതിയുടെ കീഴിൽ നമ്മുടെ രക്ഷകൻ ഞെരിക്കപ്പെട്ടു. ആ രക്തം ഞങ്ങളുടെ മധുരമായ വീഞ്ഞാണ്. ആ വീഞ്ഞ് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ കർത്താവിൻ്റെ ബലിയുടെ രക്തം നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഈ അപ്പം, ഈ വീഞ്ഞ് ഇന്നത്തെ രാത്രി നിങ്ങളുടെ മനസ്സിനെ കാൽവരിയിൽ കുരിശിതനായ പ്രിയപ്പെട്ട ക്രിസ്തുവിൻ്റെ മഹത്തായ സ്മരണയിലേക്ക് നയിക്കട്ടെ. ഒരു ചെറിയ കുഞ്ഞാടിനെ പോലെ നിങ്ങളിപ്പോൾ തൻ്റെ യജമാനൻ്റെ ആഹാരം കഴിക്കുകയും അവൻ്റെ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ പോഷിപ്പിച്ച കൈകളെ ഓർക്കുക. പക്ഷേ ക്രിസ്തുവിനെ ഇവിടെ ശരിയായി ഓർക്കുവാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് കർത്താവിൻ്റെ മേശയ്ക്ക് മുന്നേ ഒരു ആത്മീയ തയ്യാറെടുപ്പ് വേണമെന്നാണ്. മിസ്സിസ് ടു ഗുഡ് എന്ന സ്ത്രീ ഒരാഴ്ച മുഴുവൻ തയ്യാറെടുത്ത് ഇത് ആചാരമുള്ള ഞായറാഴ്ചയല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ ഈ ആഴ്ച മുഴുവൻ നഷ്ടമാക്കി എന്ന് പറഞ്ഞ സംഭവം പോലെയല്ല. ഞാൻ അങ്ങനത്തെ തയ്യാറെടുപ്പിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ കർത്താവിൻ്റെ മേശയ്ക്ക് വേണ്ടിയുള്ള ഒരു വിശുദ്ധ തയ്യാറെടുപ്പ് വേണമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ശനിയാഴ്ച കഴിയുമെങ്കിൽ 1 മണിക്കൂർ ക്രിസ്തുവിൻ്റെ ത്യാഗത്തെ ധ്യാനിക്കാൻ ചെലവിടാം. പ്രത്യേകിച്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് നമുക്ക് അവനെ ഭക്തിയോടെ ഇരുന്ന് ധ്യാനിക്കുവാൻ കഴിയുന്നു. ആ ദൃശ്യങ്ങൾ യഥാർത്ഥമായി മാറുന്നു. പരിഹാസമല്ല, ചിലരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. നിങ്ങളിൽ ചിലർ അപ്പം കഴിച്ചിട്ടും ക്രിസ്തുവിനെ ഓർക്കുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങളിൽ ചിലർ വീഞ്ഞു കുടിച്ചിട്ടും അവൻ്റെ രക്തത്തെ ഓർക്കില്ല. അങ്ങനെ ചെയ്യുന്നവർ വലിയ കപടഭക്തിക്കാരാകും. നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക. അയോഗ്യമായി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ തനിക്ക് തന്നെ ശിക്ഷാവിധി വരുത്തുന്നു. ഇതൊരു സാധാരണ വാക്കാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇത് സൂക്ഷ്മതയില്ലാതെ ചെയ്യരുത്. ഭൂമിയിലെ എല്ലാ വിശുദ്ധമായ കാര്യങ്ങളിലും ഏറ്റവും മഹത്തരമായതാണ് ഇത്. കൈകളിൽ നിന്ന് രക്തം പുറത്തു വരുത്തി അതിനെ കുടിച്ച് പരസ്പരം ഐക്യബദ്ധരാകുന്ന കുറേ ആളുകളെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് അതിവിനാശകരമായിരിക്കുന്നു. പക്ഷേ അതോടൊപ്പം ഏറ്റവും ഗൗരവകരമായതുമാണ്. ഇവിടെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഞരമ്പുകളിൽ നിന്നുള്ള രക്തം രുചിക്കേണ്ടതും അവൻ്റെ സ്നേഹപൂർവമായ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന ധാരയിൽ നിന്ന് കുടിക്കേണ്ടതുമാണ്. അത് പവിത്രമായ കാര്യമല്ലേ? അതിനെ ആർക്കെങ്കിലും നിസ്സാരവൽക്കരിക്കുവാൻ പറ്റുമോ? ദേവാലയത്തിലേക്ക് പോയി അതിനെ നിസ്സാര വിലയ്ക്ക് സ്വീകരിക്കുവാനോ? ദാനം കിട്ടുന്നതിനായി ഇവിടെ എത്തി ഞങ്ങളോടൊപ്പം ചേരുവാനോ? പുറത്തു പോകട്ടെ.
അത് സർവശക്തനായ ദൈവത്തിനെതിരായ ഭയങ്കരമായ ദൈവനിന്ദയാണ്. നരകത്തിൽ ശിക്ഷിക്കപ്പെട്ടവരിൽ ദൈവത്തിൻ്റെ വിശുദ്ധ കർമ്മത്തെ ഇങ്ങനെ പരിഹസിക്കാൻ ധൈര്യപ്പെട്ടവർ ഏറ്റവും ശപിക്കപ്പെട്ടവരായിരിക്കും. ഇത് ക്രിസ്തുവിൻ്റെ ഓർമ്മയാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. നിങ്ങൾക്ക് ക്രിസ്തുവിനെ ഓർമ്മിച്ച് ഇത് ചെയ്യുവാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ അപേക്ഷിക്കുന്നു, നിങ്ങൾ ഇത് ഒരിക്കലും ചെയ്യരുത്. വീണ്ടും ജനിച്ച പുരുഷനോ സ്ത്രീയോ പുരോഹിതന്മാരുടെ മന്ദിരത്തിൽ കിടക്കരുത്, കാരണം ഇസ്രായേലിൻ്റെ ദൈവം അതിനെ അപമാനമായി കാണും. 4. ഇപ്പോൾ അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. ഇവിടെ ഒരു മധുരകരമായ കൽപ്പന, എന്നെ ഓർമ്മിച്ച് ഇത് ചെയ്യുവിൻ. ഈ കൽപ്പന ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഇത് നിങ്ങൾ ചെയ്യുക. ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. ഇത് നിങ്ങൾ ചെയ്യുക ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എന്നിൽ ആശ്രയം വയ്ക്കുന്ന നിങ്ങൾ. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ ചെയ്യുക. ശരി, ഇപ്പോൾ നിങ്ങളോട് ക്രിസ്തു ഇന്ന് രാത്രി സംസാരിക്കുന്നു എന്ന് വിചാരിക്കുക. അവൻ പറയുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ ചെയ്യുക. ക്രിസ്തു വാതിലിൽ നിന്ന് നിങ്ങളെ നിരീക്ഷിക്കുന്നു. നിങ്ങളിൽ ചിലർ വീട്ടിലേക്ക് പോകുമ്പോൾ ക്രിസ്തു പറയുന്നു, ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ ചെയ്യുക. നിങ്ങളിൽ ചിലർ കാണികളായി നിങ്ങളുടെ സീറ്റിലിരിക്കുന്നു. ക്രിസ്തു നിങ്ങളോടൊപ്പം ഇരുന്നു കൊണ്ട് അവൻ പറയുന്നു, ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ ചെയ്യുക. കർത്താവേ, ഞാൻ അറിയുന്നു നീ അങ്ങനെ പറഞ്ഞു. പിന്നെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നു. പക്ഷെ ഞാൻ പറയുന്നത്, അവിടേക്ക് പോകുക, ആ അപ്പം കഴിക്കുക, ആ വീഞ്ഞ് കുടിക്കുക. ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല കർത്താവേ. ഞാൻ ആ സഭയിൽ ചേരണമെങ്കിൽ ഞാൻ സ്നാനം ചെയ്യേണ്ടതായി വരും. കൂടാതെ എനിക്ക് ജലദോഷം വരുമോ എന്ന ഭയവും അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ നോക്കുമോ എന്ന ഭയവും. ഞാൻ സഭയുടെ മുന്നിൽ പോകാൻ ഭയപ്പെടുന്നു, കാരണം അവർ എനിക്ക് ഉത്തരം നൽകാൻ കഴിയാത്ത ചില ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്ത്? ക്രിസ്തു പറയുന്നു, ഇത്രയൊക്കെയാണോ നീ എന്നെ സ്നേഹിക്കുന്നത്? ഇത്രയൊക്കെയാണോ നിൻ്റെ കർത്താവിനോടുള്ള സ്നേഹം? അയ്യോ, എത്ര തണുപ്പാണ് എന്നോട്, നിൻ്റെ രക്ഷിതാവിനോട്. ഞാൻ നിന്നെ ഇത്രയേ സ്നേഹിച്ചിരുന്നുവെങ്കിൽ നീ നരകത്തിലായിരിക്കും. ഇതാണ് എൻ്റെ സ്നേഹത്തിൻ്റെ മുഴുവൻ അളവുമെങ്കിൽ ഞാൻ നിനക്കായി മരിച്ചേക്കില്ല. മഹത്തായ സ്നേഹം മഹത്തായ വ്യതകൾ സഹിച്ചിരിക്കുന്നു. ഇത്രയൊക്കെയാണോ നീ എനിക്ക് കാട്ടുന്ന നന്ദി? ഇതിനു ശേഷം നിങ്ങളിൽ ചിലർക്ക് ലജ്ജ തോന്നുന്നില്ലേ? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറയുന്നില്ലേ, ഇത് ശരിക്കും തെറ്റാണോ? ക്രിസ്തു പറയുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. നിങ്ങൾ അകലെ നിൽക്കുന്നത് ലജ്ജാകരമല്ലേ? എല്ലാ യേശുവിനെ സ്നേഹിക്കുന്നവർക്കും ഈ മേശയിലേക്ക് വരാൻ ഞാൻ സ്വതന്ത്രമായ ക്ഷണം നൽകുന്നു. സഭയോടൊപ്പം ചേരുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന അവകാശം നിഷേധിക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങളിപ്പോഴും ഈ കൽപ്പനയെ പാപപൂർവ്വം അവഗണിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ, അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ക്രൂശിൻ്റെ സൈനികനെ, ഭീരുവിൻ്റെ ഭാഗം ചെയ്യരുതേ. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുവാൻ ഞാൻ ഒരു കാര്യം കൂടി ചേർക്കുവാൻ ഉദ്ദേശിക്കുന്നു. അതിനുശേഷം ഞാൻ അവസാനിപ്പിക്കും. ഞാൻ കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ ആചരിക്കലിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ നിങ്ങളെ രക്ഷിക്കാനുണ്ടെന്ന് നിങ്ങൾ ഒരു നിമിഷം പോലും കരുതരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്നാനവും കർത്താവിൻ്റെ അത്താഴവും നിർബന്ധമല്ല എന്ന് ചിലർ പറയുന്നു. രക്ഷയുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ അത് നിർബന്ധമല്ല. ഒരു കഷ്ണം അപ്പം തിന്ന് രക്ഷിക്കപ്പെടുമോ? അസംബന്ധം. നാശം പിടിച്ച അസംബന്ധം. ഒരു തുള്ളി വീഞ്ഞ് കുടിച്ച് രക്ഷിക്കപ്പെടുമോ? സാധാരണ ബുദ്ധിയിൽ പോലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് മണ്ടത്തരമാണ്. നിങ്ങൾക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്, അവൻ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ഫലമാണ്, അവൻ അനുഭവിച്ച കഷ്ടപ്പാടുകളിലൂടെ സമ്പാദിച്ചതാണ്, അവൻ ചെയ്തത് മാത്രമാണ് നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്നത്. അവനിൽ ആശ്രയിക്കൂ, അവനിൽ പൂർണ്ണമായും ആശ്രയിക്കൂ, അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടും. കേൾക്കുക, ദരിദ്രനായ ഉണർത്തപ്പെട്ട പാപിയെ, രക്ഷയുടെ വഴി. ഞാൻ നിങ്ങളെ അടുത്ത ലോകത്ത് കണ്ടാൽ നിങ്ങൾ എന്നോട് പറയുമോ, ഞാനൊരു വൈകുന്നേരം സാർ നിങ്ങളെ കേട്ടുകൊണ്ട് ചെലവഴിച്ചു, പക്ഷേ നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള വഴിയെ എന്നോട് പറഞ്ഞില്ല. അതെ, ഇപ്പോൾ നിങ്ങളത് കേൾക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കൂ, അവൻ്റെ നാമത്തിൽ ആശ്രയിക്കൂ, അവൻ്റെ കുരിശിൽ അഭയം തേടുക, അവൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക, അവൻ്റെ നീതിയിൽ ആശ്രയിക്കുക. അതിനാൽ നിങ്ങൾ നിയമത്തിൻ്റെ പ്രതികാരത്തിനും നരകത്തിൻ്റെ ശക്തിക്കും അതീതമായി രക്ഷിക്കപ്പെടും. നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികളിൽ ആശ്രയിച്ചാൽ നിങ്ങളിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് പോലെ തന്നെ ഉറപ്പാണ്, നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ നിത്യമഹത്വമുള്ള ദൈവപുത്രനായ കർത്താവെ,
ഞങ്ങൾ നിൻ്റെ കൃപയുടെ അത്താഴത്തിന് നിൻ്റെ മേശയിലേക്ക് സമീപിക്കുന്നു. നിൻ്റെ ആത്മാവിൽ ആശ്രയിച്ച് നിൻ്റെ സ്വന്തം കവിയുടെ ഈ വാക്കുകളിൽ ഓരോരുത്തരും ആശ്ചര്യപ്പെടുവാൻ അനുമതിയേകുക. നിന്നെ ഓർക്കും നിൻ്റെ എല്ലാ വ്യതകളും, എന്നോടുള്ള നിൻ്റെ എല്ലാ സ്നേഹവും, അതേ ഒരു ഹൃദയസ്പന്ദനമോ ശ്വാസമോ ഉള്ളതുവരെയും ഞാൻ നിന്നെ ഓർക്കും. ഈ വാടിപ്പോകുന്ന അധരങ്ങൾ മൗനമാകുമ്പോൾ, ചിന്തയും ഓർമ്മയും വിട്ടൊഴിയുമ്പോൾ, നീ നിൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ, യേശുവേ എന്നെ ഓർക്കണമേ.